കേരളത്തിലെ പ്രശസ്തമായ ഒരു റോയൽ ഫാമിലിയിൽ പെടുന്ന ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷണം സ്വീകരിച്ചിട്ടായിരിക്കും വന്നത്. ആ വ്യക്തിയെ ക്ഷണിച്ചിട്ടായിരിക്കും വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കമൻറ്റ് നമുക്ക് കാണാം. രായാവ് സ്വാതന്ത്ര്യം കിട്ടിയൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ, ഇപ്പോഴും ഇവൻ്റെയൊക്കെ പൊന്നിലാണോ നിങ്ങൾ നടക്കുന്നത്, ഇത് ജനാധിപത്യം നിലനിൽക്കുന്ന നാടാണ് എന്നുള്ള രീതിയിൽ പലരും ട്യൂഷൻ ക്ലാസ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു നാടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണോ? അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്ന നാടാണോ കേരളം രാജ്യം? അങ്ങനെയൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ തെളിവ് പറയാം. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങ് തിരുത്തിക്കോ. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വന്നൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന നേരത്തെ അത്യാവശ്യം ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ആളാണ്. മീഡിയയോട് ദേഷ്യം, സാധാരണക്കാരോട് ദേഷ്യം, മൈക്കിനോട് ദേഷ്യം, കുട്ടികളോട് ദേഷ്യം, മാറി നിൽക്ക്, കടക്ക് പുറത്ത് മതി എന്നൊക്കെ പറയുക. മൈക്ക് കംപ്ലൈൻ്റ് ആയാൽ പോലും കേസെടുക്കുന്ന ഒരു CM ഉള്ള നാടാണ്. ഒരു കറുത്ത ഷർട്ടിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഇറക്കി വിട്ടിട്ടുള്ള നാട്ടിലിരുന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇതാണോ ജനാധിപത്യം? ഇനി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ സ്പീക്കറായ വ്യക്തിയാണ് കാർത്തികേയൻ, അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് PT തോമസ്. ഇവരൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ മക്കളും ഭാര്യയും MLA ആവും. അതെന്താ? ആ ജില്ലയിൽ മറ്റ് നേതാക്കന്മാരും ഇല്ലേ 10 വോട്ട് കിട്ടുന്നവർ. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നാലേ ജനങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. ഇത് കുടുംബ പിന്തുടർച്ചയല്ലേ? ഇതിനൊക്കെ വോട്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ജനാധിപത്യം. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി തങ്ങൾ ഫാമിലി, നമ്മൾ ഈ റോയൽ ഫാമിലിയെ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് തങ്ങൾ ഫാമിലി. മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ സ്വാധീനമുള്ള ഫാമിലിയാണ് തങ്ങൾ ഫാമിലി. ആ ഫാമിലിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ നയിക്കുന്നത് തന്നെ. കേരളത്തിൽ 5 മന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള UDFിലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. എല്ലാ പാർട്ടിയിലും പ്രമുഖ നേതാക്കന്മാരൊക്കെ അവരുടെ വീട്ടിൽ പോയി അവരോട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി തന്നെ നിയന്ത്രിക്കുകയല്ലേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫാമിലിക്ക് വലിയ റെസ്പെക്ട് കിട്ടുന്ന നാട്ടിലിരുന്നുകൊണ്ടല്ലേ നമ്മൾ റോയൽ ഫാമിലി പെടുന്ന ഇവരെയൊക്കെ കളിയാക്കുന്നത്. നമുക്ക് ചില രാഷ്ട്രീയ പാർട്ടികളെ പറ്റി നോക്കാം. കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന പാർട്ടി, മാണി സാറിൻ്റെ പാർട്ടി, അവരുടെ കുടുംബ പാർട്ടി, അവരുടെ മകൻ രാജ്യസഭാ മെമ്പർ, ആ മകൻ തന്നെ ജോസ് കെ മാണി തന്നെയാണ് അതിൻ്റെ ചെയർമാൻ, പാർട്ടി ചെയർമാൻ. ആ പാർട്ടിക്ക് കേരളത്തിൽ ഒരു മന്ത്രിയുണ്ട്. ഇനി കേരള കോൺഗ്രസ് B ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ മകനായിട്ടുള്ള KB ഗണേഷ് കുമാർ ആക്ടറും മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നു. ഇപ്പോഴും പുള്ളിക്കാരനും പിന്തുടർച്ചയിലൂടെ ഒരു പാർട്ടി, കുടുംബ പാർട്ടി മുമ്പോട്ട് പോകുന്നു. ഇതിനൊക്കെ കൊണ്ടുപോയി വോട്ട് കൊടുക്കുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അങ്ങനെ 10-16 വിഭാഗം വേറെയുണ്ട്. അതായത് ഒരു കുടുംബ പാർട്ടികൾക്ക് കൊണ്ടുപോയി വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ ഇരുന്നിട്ട് പറയുകയാണ് ഇത് ജനാധിപത്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ മക്കളും മരുമക്കളും കുടുംബമൊക്കെ MLA MP മാരുമായിട്ട് പിന്തുടർച്ചയോടെ പോകുന്ന ഒരു നാട്ടിൽ ഇരുന്നിട്ട് നമ്മൾ പറയുകയാണ് ഇത് ജനാധിപത്യമുള്ള ഒരു നാടാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭയങ്കര രാഷ്ട്രീയത്തോടെ സംസാരിക്കുന്ന പെരുമാറുന്ന ഒരു നാട്ടിൽ ഇരുന്നിട്ട് പറയുകയാണ് ഇത് ജനാധിപത്യമുള്ള നാടാണ്. ഇനി നമ്മൾ കേരളം വിട്ട് പുറത്തോട്ട് പോകാം, തമിഴ്നാട്ടിലേക്ക് പോകാം. ഉദയനിധി സ്റ്റാലിൻ, കരുണാനിധിയുടെ മകനായതുകൊണ്ട് സ്റ്റാലിൻ മുഖ്യമന്ത്രിയാവുന്നു. ഉദയനിധി സ്റ്റാലിൻ കൊച്ചുമകൻ മന്ത്രിയാവുന്നു. ഇതിൻ്റെ പേരാണോ ജനാധിപത്യം? കർണാടകയിലേക്ക് പോകാം. അവിടെ ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമിയുടെ മക്കൾ മന്ത്രിമാരൊക്കെ ആയിട്ടിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ MP മാരൊക്കെ ആയിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ കുമാരസ്വാമി ഇരുന്നു. ഇതിൻ്റെ പേരാണോ ജനാധിപത്യം? ഇനി മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞ ശിവസേന ബാൽ താക്കറയുടെ മകൻ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്നു. ഉദ്ധവ് താക്കറയുടെ മകൻ അവിടെ മന്ത്രിയായിട്ടിരുന്നു. ഇതിൻ്റെ പേരാണോ ജനാധിപത്യം? NCP, കേരളത്തിലും മന്ത്രിമാരുള്ള പാർട്ടിയാണ് NCP. ശരത് പവാറിൻ്റെ അനിയൻ അജിത് പവാർ, മക്കൾ, മരുമക്കൾ, മകൾ, ഇവരെല്ലാം കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുന്നൊരു പാർട്ടി. അല്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ 2 മക്കൾ, അവരുടെ മകൾ കേന്ദ്രീകരിച്ച് വന്ന പാർട്ടി. സമാജ്വാദി പാർട്ടി, BSP, ഇങ്ങനെ കുറേ പാർട്ടികൾ, നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള പാർട്ടി. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി നെഹ്റു ഫാമിലി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നെഹ്റു ഇല്ലെന്നുണ്ടെങ്കിൽ ആരാണ് സോണിയാഗാന്ധി, ആരാണ് രാഹുൽ ഗാന്ധി, ആരാണ് പ്രിയങ്ക ഗാന്ധി? ബിഗ് സീറോ. നെഹ്റു ഫാമിലിയിൽ പെട്ടതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആവുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി കസേര വരെ ആ ഫാമിലിയിൽ പെടുന്നതായതുകൊണ്ട് മാത്രം കിട്ടുന്ന ആൾക്കാർ. ഇപ്പോൾ വാർഡ് തലങ്ങളിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഒരു പ്രധാനമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. കാരണം ഈ ഫാമിലിയിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ PM പോസ്റ്റ്. അപ്പം ആരാണ് പ്രിയങ്ക ഗാന്ധി, ആരാണ് രാഹുൽ ഗാന്ധി? നെഹ്റു എന്ന പേരില്ലെന്നുണ്ടെങ്കിൽ ബിഗ് സീറോ. അതിനപ്പുറം ഒന്നുമില്ല. അവരെന്തെങ്കിലും ഒരു സമരം ചെയ്തിട്ടാണോ രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നത്? പ്രൂവ് ചെയ്തിട്ടാണോ വന്നത്? അല്ല. ആ കുടുംബത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സീറ്റ് കിട്ടുന്നു, ആ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ പോയി മത്സരിക്കുന്നു, ജയിച്ചു. അപ്പം ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഇതുപോലുള്ള കുടുംബ പാർട്ടിയും
കുടുംബ പിന്തുടർച്ചയിലൂടെയും ഒക്കെ തന്നെയാണ് കേരളത്തിൽ പോലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ അവസ്ഥ നിലനിൽക്കുന്ന നാട്ടിലിരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ട്രാവൻകൂർ റോയൽ ഫാമിലി പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അധികാരത്തിന് വേണ്ടി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാർ അധികാരത്തിൻ്റെ ഭാഗമാണ്. CM ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വസുന്ധര രാജയെ പോലുള്ളവരൊക്കെ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാരാണ്. അവരൊക്കെ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളുടെ CM ആയിരുന്നു. അപ്പോൾ ഒരു അധികാര സ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്ത കേരളത്തിലെ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാർ ഒരു അമ്പലത്തിൽ വരാൻ നേരത്തെ ഇവർ ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ജനാധിപത്യം എന്നൊക്കെ വെറുതെ നമ്മളിങ്ങനെ അങ്ങ് തള്ളിവിടുകയാണ്. ജനാധിപത്യം പൂർണ്ണ തോതിൽ ഇല്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പിന്തുടർച്ച അവകാശം. അച്ഛൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ മകൻ മന്ത്രിയാവും, മകൻ മന്ത്രിയായി കഴിഞ്ഞാൽ കൊച്ചുമകൻ മന്ത്രിയാവും. ഇതാണ് ഇവിടുത്തെ ലൈൻ എന്ന് പറയുന്നത്. എല്ലാ ഫാമിലിയും, തങ്ങൾ ഫാമിലി ആയാലും നെഹ്റു ഫാമിലി ആയാലും KB ബാലകൃഷ്ണ പിള്ളയും മാണി സാറിൻ്റെ ഫാമിലി ആയാലും എല്ലാവരുടെയും ഫാമിലി ബേസിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പൂപ്പൻ ആനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ കൊച്ചുമകനും ആനപ്പുറത്തിരിക്കണം എന്ന് പറയുന്ന അതേ ലൈനാണ്. പിന്നെ ഇവരെ കാണാൻ നേരത്തെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മലയാളികൾക്ക് ഈ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാരെ കാണാൻ നേരത്ത് ഈ ഒരു ഇഷ്യൂ എന്ന് പറയാൻ നേരത്ത് അത് ഞാൻ പറയുന്നില്ല, നിങ്ങളെ കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ കമൻറ്റ് പോയി ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ട്. അവർ തെറ്റ് പറഞ്ഞാൽ തെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വിമർശിക്കും, ട്രോൾ ചെയ്യും. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതല്ലാതെ ആ വ്യക്തി എവിടെയെങ്കിലും ചെല്ലാൻ നേരത്ത് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഉരുപൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അവർക്കിവിടെ ജീവിക്കാനും അവർക്കൊരു ഫാമിലിക്ക് സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകന് കിട്ടുന്നില്ല സോഷ്യൽ റെസ്പെക്റ്റ്. അപ്പം ഒരു റോയൽ ഫാമിലിയിൽ പെടുന്ന, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പെടുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഫാമിലി പെടുന്നവർ തന്നെയാണ്. കുറച്ചെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പം നമ്മൾ VS അച്യുതാനന്ദനെ പറ്റി പറയുന്ന പോലെ, കരുണാകരനെ പറയുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ കരുണാകരനെ പറയുന്ന പോലെ, ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇവരുടെ ഫാമിലിയിൽ പെടുന്ന മുൻ തലമുറയിൽ പെടുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അവരുടെ ഫാമിലിയിൽ പെടുന്ന ബാക്കിയുള്ളവർക്ക് അതിൻ്റെ റെസ്പെക്റ്റ് കിട്ടും. പിന്നെ മലയാളികൾക്ക് ചെറിയൊരു മനോഭാവം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കാണാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും.